ശശി തരൂർ ജയമുറപ്പിച്ചു. 10,000 വോട്ടുകൾ മാത്രമാണ് ഇനി എണ്ണാനുള്ളത്. ശശി തരൂർ തിരുവനന്തപുരം പിടിച്ചെടുത്തു. തലസ്ഥാനത്ത് വിശ്വരൂപം കാട്ടി തലസ്ഥാനം അത് ശശി തരൂരിന് സ്വന്തമാവുകയാണ്. ഒരിക്കൽ കൂടി തിരുവനന്തപുരം പിടിക്കാനായില്ല. ശശി തരൂർ അവിടെ ആശ്വസിക്കാം. കാരണം അട്ടിമറി ഉണ്ടാകുമോ നഷ്ടപ്പെടുമോ എന്ന വലിയൊരു ഭയമുണ്ടായിരുന്നു അവിടെ. അതിൽ നിന്ന് തരൂരിന് ആശ്വസിക്കാം. മുമ്പ് ഒ രാജഗോപാലിൽ നിന്നും സമാനമായ വെല്ലുവിളി അദ്ദേഹം നേരിട്ടതാണ്. ആ വെല്ലുവിളി എന്തായാലും ഇത്തവണയും ഉണ്ടായി. പക്ഷേ അതിനെ ഒടുവിൽ അതിജീവിക്കുന്നു എന്നതാണ്. രാവിലെ മുതൽ തരൂർ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടില്ല. അദ്ദേഹം വീടിന് പുറത്തേക്ക് വന്നില്ല. എന്തായാലും ഇനി തരൂരിന്റെ പ്രതികരണം പ്രധാനപ്പെട്ടതാണ്. ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷം വടകരയിൽ ഏതാണ്ട് 1,00,000-നടുത്ത് വോട്ടുകൾ നേടിയാണ് ഷാഫി പറമ്പിൽ, ഭൂരിപക്ഷം നേടിയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷമാണ് ഇപ്പോൾ വടകരയിൽ നടക്കുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ ഒരു അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നു. മിക്കവാറും ഘട്ടങ്ങളിൽ രാജീവ് ശേഖർ മുന്നിലായ പശ്ചാത്തലമുണ്ടായിരുന്നു. 25,000 വോട്ടുകളോളം മുന്നിലെത്തിയ സാഹചര്യമുണ്ട്. ഏതാണ്ട് വിജയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ്, അത്തരത്തിൽ കാര്യങ്ങൾ വന്നപ്പോഴാണ് കോൺഗ്രസിന്റെ സ്ട്രോങ് ഹോൾഡായുള്ള മണ്ഡലങ്ങൾ എണ്ണുന്ന ബൂത്തുകൾ എണ്ണുന്ന പശ്ചാത്തലമുണ്ടായത്. അവിടെ ആ തരത്തിൽ ശശി തരൂർ വിജയം ഉറപ്പിക്കുകയായിരുന്നു. 10,000-ഓളം മാത്രം വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ 15,000-ൽ പരം വോട്ടുകൾക്ക് ഇപ്പോൾ തരൂർ ലീഡ് ചെയ്യും. തിരുവനന്തപുരത്തെ വിജയം തരൂരിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപിക്കൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റിൽ കൂടി വിജയമുണ്ടായാൽ BJPക്ക് അവകാശപ്പെടാൻ നിരവധി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ വിജയത്തിന് പലതരത്തിലുള്ള പകിട്ടും ചാർത്തപ്പെട്ടതിനെ, പക്ഷേ അത് ഉണ്ടാവുന്നില്ല. എന്തായാലും വിജയത്തിനോട് അടുത്ത് വന്നിട്ട് അത് അകന്നു പോകുന്നു എന്നതാണ് തിരുവനന്തപുരത്തിന്റെ BJPയെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. തരൂരിന് ആശ്വസിക്കാം. 10,000-ൽ പരം വോട്ടുകളുടെ വിജയമായി തരൂരിന്. ആറ്റിങ്ങലിൽ വി ജോയി ലീഡ് ഉയർത്തുന്നു. അത് 1,800 ഉയരുന്നു. ആറ്റിങ്ങലിൽ വി ജോയി വിജയത്തിലേക്ക് 1,800 വോട്ടുകളുടെ ലീഡിലേക്ക് വി ജോയി വരുന്നു. ആറ്റിങ്ങലും ഫോട്ടോ ഫിനിഷിലേക്ക് അടുക്കുകയാണ്. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ജയിക്കുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറിയേക്കാം. 1,800 വോട്ടുകളുടെ മാത്രം ലീഡാണ് ഇപ്പോൾ വി ജോയിക്ക് അവിടെ ഉള്ളത്. ഒരു ഘട്ടത്തിൽ അടൂർ പ്രകാശ്, പല ഘട്ടങ്ങളിലും അടൂർ പ്രകാശ് മുന്നിലായിരുന്നു. അത് മാറി ഇപ്പോൾ വി ജോയി 1,800 വോട്ടുകളുടെ ലീഡോടുകൂടി പരമ്പരാഗതമായ ആ LDF മണ്ഡലത്തിൽ ലീഡ് വി അരുൺ ചേരുന്നു. അരുൺ, ജോയി വിജയത്തിലേക്കാണോ? വിജയത്തിലേക്ക് ഉറപ്പിച്ച് പറയാൻ ആയിട്ടില്ല. 2,131, 2,000-ന് മുകളിലേക്ക് ജോയിയുടെ ലീഡ് മാറിയിരിക്കുന്നു. 2,131, ഏതാണ്ട് 4 റൗണ്ടോളം മുന്നിൽ നിൽക്കുകയായിരുന്നു അടൂർ പ്രകാശ്. അത് മറികടന്നുകൊണ്ടാണ് വി ജോയി ആദ്യം 500, പിന്നീട് 1000, 2,000-ലേക്ക് ലീഡ് ക്രമാനുഗതമായി ഉയർത്തുന്നത്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും ജോയി വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇനിയും മംഗലപുരം പോലുള്ള മേഖലകളുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് വലിയ നേട്ടം കിട്ടിയ മേഖലകൾ ഇനിയും എണ്ണാനിരിക്കുന്നു. അവിടെ BJP എത്ര വോട്ട് പിടിക്കുമെന്നത് ആറ്റിങ്ങൽ നഗരസഭ അടക്കമുള്ള മേഖലകളിൽ വോട്ടെണ്ണാനുണ്ട്. ചെമ്പരുതി അടക്കം LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്കും വോട്ട് വരാനുണ്ട്. 3 പാർട്ടികൾക്കും ഒരുപോലെ വോട്ട് ലഭിക്കാവുന്ന മേഖലകൾ ഇനിയും ബാക്കിയുണ്ട്. അവിടെ ഇപ്പോഴത്തെ ഇതിൽ പോയാൽ ജോയിക്ക് ഒരു പക്ഷേ എത്ര വോട്ടുകൾ എണ്ണാനുണ്ട്, അങ്ങനെ ഒരു കണക്കെടുക്കാനാകുമോ നമുക്ക്? അവസാന 2 റൗണ്ട് എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അത് കൃത്യമായ കണക്കുകളിലേക്ക് ഇനിയും മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ കുറച്ചുകൂടി മന്ദഗതിയിലാണെന്ന് പറയേണ്ടി വരും. 2,800 പറയുമ്പോൾ 28,000-ൽ പരം വോട്ടുകൾ വരും. പറ്റില്ല. അപ്പോൾ അതിലേക്ക് ഒരു വ്യക്തത വരണം. കാരണം അരുൺ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രമുണ്ട്. നെയ്യാറ്റിൻകര ഈ നഗരസഭയിലൊക്കെ ഒരുപക്ഷെ BJPക്ക് കുറച്ചുകൂടെ സ്വാധീനമുള്ള സ്ഥലമാണ്. LDF-ന് ശക്തി കേന്ദ്രമുണ്ട്. ഒപ്പം UDF-നും സ്വാഭാവികമായും അവർ നേരത്തെ പറഞ്ഞ പോലെ 5,000 വോട്ട് എന്ന ചെറിയ മാർജിനിലാണ് വി മുരളീധരൻ പുറകിലുള്ളത് എന്നതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതൊക്കെ കൂട്ടിവെക്കുമ്പോൾ ആറ്റിങ്ങൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ്. ആറ്റിങ്ങലിന്റെ കാര്യം പറയാറായിട്ടില്ല. ആറ്റിങ്ങൽ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. ലീഡ് നില അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഏറ്റവും അവസാനം ഒരുപക്ഷെ ഫലം പ്രഖ്യാപിക്കുന്ന ഒരു മണ്ഡലമായി കൂടി ആറ്റിങ്ങൽ മാറും. എന്തായാലും ആറ്റിങ്ങലിലെ വിജയം ആരെങ്കിലും അവിടെ ചെറിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം മാത്രമായിരിക്കും സംഭവിക്കുക. കെ രാധാകൃഷ്ണന് പിന്തുണയായി ലോക്സഭയിലേക്ക് പോവാൻ വി ജോയ് എന്ന ഒരു CPM നേതാവ് ഇവിടുന്ന് ഉണ്ടാകുമോ, മറ്റൊരു CPM പ്രതിനിധി ഉണ്ടാകുമോ എന്ന സുപ്രധാനമായ രാഷ്ട്രീയ ചോദ്യത്തിനാണ് ആറ്റിങ്ങൽ മറുപടി നൽകേണ്ടത്. അത്തരം ചർച്ചകളിലേക്കാണ് നടക്കുന്നത്. കോഴിക്കോട് സ്ഥാനാർത്ഥി MK രാഘവൻ, ഷാഫി പറമ്പിൽ,
എന്നിവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സജിത്ത്, അവർ വിജയാഹ്ലാദം പങ്കിടുകയാണ്. മാധ്യമങ്ങളെ ഇരുവരും കാണുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ് കോഴിക്കോട്. ഒപ്പം വടകരയിലും കോഴിക്കോടും വലിയ വിജയം UDF നേടിയ പശ്ചാത്തലമുണ്ട്. 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രഞ്ജിത്ത് ആറ്റിങ്ങലിൽ വി ജോയുടെ വോട്ട് നില കുറയുന്നു, ലീഡ് കുറയുന്നു. 1172 കുറഞ്ഞു. 2130 നിന്ന് 1172 1172 എന്നുള്ള തലത്തിലേക്ക് കുറയുകയാണ്. ഒരു തരത്തിലും പിടിതരാതെ മുന്നോട്ട് പോവുകയാണ് ആറ്റിങ്ങൽ. അതെ, അരുൺ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്ക് പ്രവചനാതീതമായ ഒരു മത്സരമായി ആറ്റിങ്ങൽ മാറുന്നു എന്ന് തന്നെയാണ് പ്രധാനം. പ്രവചനാതീതമാകുന്നു ആറ്റിങ്ങൽ. ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ജോയിയുടെ നില 2131 നിന്ന് 1172 കുറയുകയാണ്. 1172 എന്ന് പറഞ്ഞാൽ സൈറ്റ് പറഞ്ഞാൽ 10,000 വോട്ട് ഏത് സാഹചര്യത്തിലും മാറി പറയാവുന്ന രീതിയിലേക്ക് തന്നെ പോവുകയാണ്. ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഇപ്പോൾ 21,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലും ഒപ്പം UDF നേതാക്കളും മാധ്യമങ്ങളെ കാണും. കോഴിക്കോട് ജില്ലയിലെ 2 ലോകസഭാ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വടകര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ശ്രീ ഷാഫിയെയും കോഴിക്കോട് മത്സരിച്ച എന്നെയും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച കോഴിക്കോട്ടെ മതേതര മനസ്സുകളോട് ഞങ്ങൾ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വിജയം കോഴിക്കോട്ടെ ജനങ്ങളുടെ വിജയമാണ്, കോഴിക്കോട്ടെ ജനങ്ങൾക്കുള്ള വിജയമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്ത ചില തെറ്റായ സമീപനങ്ങളാണ് ചിലർ സ്വീകരിച്ചത്. 4 വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയ മാർഗത്തിന് പകരം ചിലർ ഉപയോഗിച്ച ഹീനമായ മാർഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഏതായാലും കോഴിക്കോട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കോഴിക്കോട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോളിനെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണി എവിടെയുമില്ലായിരുന്നു. പ്രത്യേകിച്ച് NDA വൻപിച്ച ഭൂരിപക്ഷം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോളിലും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് UP-യിൽ പോലും മഹാരാഷ്ട്രയിൽ പോലും കൂടുതൽ അതാണ് വടകരയിൽ നിന്നും UDF-ലെ നേതാക്കൾക്ക് പറയാനുള്ളത്. വടകരയിൽ കോഴിക്കോട് ജില്ലയിലും വലിയ വിജയമാണ് UDF-നുണ്ടാകുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ആറ്റിങ്ങലിന്റെ സസ്പെൻസ് അവസാനിക്കുന്നില്ല. ലീഡ് നിലയിൽ കുറവുണ്ടാവുന്നുണ്ട്. ഇനി